അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുക. കാർത്തികയുടെ അവസാനത്തെ 3, 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ലഗ്നത്തിലാണ് ഇവർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ജോലി അഥവാ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ പ്രവൃത്തി മുഖാന്തരം ഉണ്ടാകുന്ന ആകർഷണീയതയും അതുകൊണ്ടുണ്ടാകുന്ന സ്ഥിരതയും ഒക്കെ കൂടും. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് പ്രൊഫഷൻ സംബന്ധമായിട്ട് അവർക്ക് അനുകൂലം തന്നെ എന്ന് പറയേണ്ടി വരും. ധനസ്ഥിതിയും മെച്ചം തന്നെയാണ്. പ്രത്യേകിച്ച് അവരവരുടെ സ്വന്തം ശ്രമത്താൽ ഉണ്ടാകുന്ന പരിശ്രമം കൊണ്ടുണ്ടായ പ്രൊജക്റ്റുകളിൽ നിന്നുണ്ടാകുന്ന ധനലാഭം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് ശരീരത്തിന് സൗഖ്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ആഹാരപരമായിട്ട് അഥവാ ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദഹനക്കുറവ്, അഗ്നിമാന്ദ്യം മുതലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. കുടുംബത്തിലെ സന്തോഷവും ഒരു സമാധാനവും ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരുന്നത് കൂടുതൽ വർദ്ധിക്കും. അതുപോലെ തന്നെ പറയേണ്ട ഒന്നാണ്, അവർ കുടുംബത്തിൽ ഒന്നിച്ചുള്ള യാത്രകൾ ഉണ്ടായെന്നിരിക്കാം. അതിൽ കുറച്ചൊരു കരുതൽ വേണ്ടതാണ്. ചില അപകടങ്ങൾ യാത്രാവേളകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് മഹാലക്ഷ്മി സ്തവം ജപിക്കുക, മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ പൂജ നടത്തുക, മഹാലക്ഷ്മി സഹിതനായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, മന്ത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്.